മലയാളം ഇന്നുവരെ കാണാത്തത്ര വലിയ ഹൈപ്പിൽ എത്തുന്ന ചിത്രമാണ് എമ്പുരാൻ. മലയാളികൾ ഒന്നാകെ ചിത്രത്തിന്റെ വരവിനായി കാത്തിരിക്കുകയാണ്. നാളെയാണ് മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ റിലീസ് ചെയ്യുന്നത്. ഇപ്പോഴിതാ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് അണിയറ പ്രവർത്തകർ എക്സിൽ നടത്തുന്ന ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത്. കഴിഞ്ഞ ദിവസം ആശീർവാദ് സിനിമാസിന്റെ എക്സിൽ ഒരു പോസ്റ്റ് വന്നിരുന്നു. അപ്പോൾ മാർച്ച് 27 നമുക്ക് ബ്ലാക്ക് ഡ്രസ് കോഡ് ആയാലോ എന്നായിരുന്നു ആ ട്വീറ്റ്. നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ഇത് വൈറലായത്. സംവിധായകൻ പൃഥ്വിരാജും നടൻ മോഹൻലാലും ഉൾപ്പെടെ ഈ ട്വീറ്റിന് മറുപടിയുമായി എത്തി. ഇതിന് മറുപടിയായി നടൻ ടൊവിനോ തോമസ് എക്സിൽ പോസ്റ്റ് ചെയ്ത ഒരു ട്വീറ്റാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ വൈറലാകുന്നത്. മോഹൻലാൽ പോസ്റ്റ് ചെയ്ത "ഞാനുമുണ്ട് പക്ഷേ ഡയറക്ടർ സാർ, ഞാൻ സ്റ്റീഫനായി വരണോ അതോ ഖുറേഷിയായി വരണോ" എന്ന ട്വീറ്റിനാണ് ടൊവിനോയുടെ മറുപടി. "എനിക്ക് ആകെ ഒരു വൈറ്റ് കോട്ടയുള്ളൂ, അത് വേണമെങ്കിൽ ബ്ലാക്ക് ആക്കിയിട്ടോട് വരാമെന്നായിരുന്നു ടൊവിനോയുടെ കമന്റ്. ഇതിന് പിന്നാലെയാണ് പ്രേക്ഷകർ കമന്റുകളുമായി രംഗത്തെത്തിയത്. പുറകിൽ ഡ്രാഗണുള്ള കറുത്ത കോട്ടാണോ എന്നായിരുന്നു ഒരു ആരാധകന്റെ ചോദ്യം. "ഇതാണല്ലേ കള്ള ഡ്രാഗൺ, എല്ലാം മനസ്സിലായി" എന്നിങ്ങനെ പോകുന്നു പ്രേക്ഷക പ്രതികരണങ്ങൾ. ട്രെയിലറിലുള്ള ഡ്രാഗൺ ചിഹ്നം ധരിച്ച ആ വ്യക്തി ടൊവിനോയാണോ എന്നാണ് ഇപ്പോൾ ആരാധകർ ആകാംക്ഷയോടെ ചോദിക്കുന്നത്. സിനിമയുടെ പ്രധാന കഥാപാത്രങ്ങളെല്ലാം തന്നെ പരിചയപ്പെടുത്തിയിരുന്നുവെങ്കിലും ചുവന്ന ഡ്രാഗണിന്റെ ചിത്രമുള്ള ഷർട്ട് ധരിച്ച് പുറംതിരിഞ്ഞു നിൽക്കുന്ന കഥാപാത്രം ആരായിരിക്കുമെന്നതിന്റെ ആകാംക്ഷ ഇപ്പോഴും ബാക്കിയാണ്. ഫഹദ് ഫാസിൽ, ബോളിവുഡ് താരം അമീർ ഖാന്റെ ഉൾപ്പെടെയുള്ള പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും അതിൽ ഏറ്റവും അധികം ഉയർന്നു കേൾക്കുന്ന പേര് റിക് യൂണിന്റേതാണ്. കൊറിയൻ പശ്ചാത്തലമുള്ള ഹോളിവുഡ് നടനാണ് റിക് യൂൺ. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്, ഡൈ അനദർ ഡേ, നിൻജ അസാസിൻ, ഒളിമ്പസ് ഹാസ് ഫോളൻ തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.